ഇത് ഞാൻ കോഴിക്കോട് ചേളന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെയ്തിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ പല വീടുകളായിട്ട് ചെയ്യുന്നുണ്ട്. താമസമുള്ള വീടുകൾ, അതുപോലെ തന്നെ പ്ലാസ്റ്ററിന് മുമ്പ്, പ്ലാസ്റ്ററിന് ശേഷം, അങ്ങനെ ഒരേ കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ പലരും ചിലപ്പോൾ എൻ്റെ വീട് പഴയതാണ്, എന്ത് റേറ്റാണ്, ചിലർ എൻ്റെ വീട് പുതിയതാണ്, കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, എന്താണ് റേറ്റ് എന്നൊക്കെ ചോദിക്കും. ഒരേ മരുന്നും ഒരേ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ പെസ്റ്റ് കൺട്രോളിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നിരുന്നാലും നമ്മൾ പഴയ വീടുകൾക്ക് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ വുഡൻ പാർട്സും നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. അതായത് ഒരു ചെതലിൻ്റെ കണ്ടൻറ്റ് പോലും വുഡിലൊന്നും ഇല്ല, അതുപോലെ തന്നെ വയറിങ്ങിൻ്റെ പൈപ്പിലൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇൻക്ലൂഡ് നമ്മളൊരു 12 സ്ക്വയർ ഫീറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് വയറിങ് ഡാമേജസ്, അതുപോലെ തന്നെ അവരുടെ വുഡൻ, അത് നമ്മൾ ടൈലിനുള്ളിൽ കൂടെ ചെതൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിക്കുന്നതല്ല. നമ്മൾ ട്രീറ്റ്മെൻറ്റിന് ശേഷം അവർക്ക് ചെതൽ സംബന്ധമായിട്ട് വയറിങ്ങിനോ അതുപോലെ തന്നെ വുഡൻ പാർട്സിനോ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരവാദിത്തത്തിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഈ വീട്ടിലത് പ്ലാസ്റ്ററിങ് സമയത്തുള്ളൊരു വീടാണ്.